ലിജു ഒരു ബഹുമാന്യനായ രാഷ്ട്രീയ നേതാവാണ്, പ്രവർത്തകനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വലിയ നേതാവാണ് രാഹുൽ ഗാന്ധി. എൻ്റെ ഒരു സംശയം, അല്ല, ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയും പരിഷ്കരണവും ഫോം 7ഉം ഫോം 6ന്റെയും ഉപയോഗം അറിയാത്ത ഒരാളാണോ ലിജു നിങ്ങളുടെ ഈ നേതാവ്? നിങ്ങൾ അങ്ങനെ ഒരു വർത്തമാനം നോക്കൂ, ഇന്നത്തെ ഞാൻ കൃത്യമായിട്ട് പറയാം. നിങ്ങൾ ഈ ആരോപിക്കുന്ന കരട് വോട്ടർ പട്ടികയുടെ പതിപ്പ് ഒന്ന് ലിജു ശ്രദ്ധിക്കണേ. 2024 നവംബർ 24 ഇതിലെ കരട് വോട്ടർ പട്ടിക കർണാടകയിലെ കോൺഗ്രസ് കമ്മിറ്റിയിലെ ഓരോ ബൂത്തിലെയും ഈ 2 ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് കിട്ടിയിരുന്നോ? 2024 നവംബർ മാസത്തിൽ കിട്ടിയിരുന്നോ? അതിന്റെ ഫൈനൽ ലിസ്റ്റ് ലിജു 2025 ജനുവരി മാസത്തില് കർണാടക കോൺഗ്രസ് കമ്മിറ്റിയുടെ കയ്യിൽ കിട്ടിയിരുന്നോ? അങ്ങനെ കിട്ടിയാൽ വലിയ ജനാധിപത്യം പറയുന്ന പാർട്ടിയാണല്ലോ നമ്മളൊക്കെ. എന്താണ് ലിജു ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതല? തെരഞ്ഞെടുപ്പ് കുറ്റമറ്റതാക്കുന്നതിന്, വോട്ടർ ലിസ്റ്റ് കുറ്റമറ്റമാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെ തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും പങ്കുണ്ടോ? എന്റെ അടുത്ത ചോദ്യം, അല്ല, 1ാം ഘട്ടത്തിലെ കരട് വോട്ടർ പട്ടികയെ കുറിച്ച് ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റോ നേതാവോ ഒരു അപ്പീലെങ്കിലും, ഒരു പരാതിയെങ്കിലും ഉന്നയിച്ചിരുന്നോ? അടുത്ത ചോദ്യം, 2025 ജനുവരി മാസത്തിലെ ഫൈനൽ വോട്ടർ ലിസ്റ്റ് കിട്ടിയപ്പോൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഈ വോട്ടർ പട്ടികയെ കുറിച്ച് ഒരു പരാതിയെങ്കിലും ഉന്നയിച്ചിരുന്നോ? വീട് വീടാന്തരം കയറി ഇറങ്ങലാണ് ഒരു വോട്ടർ പട്ടിക പരിശോധനയിലെ രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതല. അതിനാണ് നിങ്ങൾക്ക് ഏതാണ്ട് 5 കോടി മെമ്പർമാരുണ്ട് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. നിങ്ങൾക്ക് ഏതാണ്ട് എല്ലാ ബൂത്തിലും ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട്. അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ആളുകളാണ്. അവർക്ക് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള വോട്ടർ പട്ടികയുടെ കോപ്പി കിട്ടുന്നുണ്ട്. എന്തേ ഒരു പരാതി ഉണ്ടായില്ല? അത് വലിയൊരു പോയിന്റ് അല്ലടോ. ഇന്ന് ഞങ്ങൾ പറയട്ടെ, ഞങ്ങളുടെ പണി ഇതാണ്. കേരളത്തിലെ വോട്ടർ പട്ടിക ഞങ്ങൾ പരിശോധിച്ചു ലിജു. 2,76,799 ഇരട്ടിപ്പുണ്ട് എന്ന് ഞങ്ങൾ കണ്ടെത്തി. വിവരം കിട്ടിയിട്ടുണ്ട്. എന്ത് പറ്റിയടാ? തിരുവനന്തപുരത്ത് നിങ്ങൾ ഈ പറഞ്ഞ മാതിരി 0 മാർക്ക് ചെയ്തതുണ്ട്. ഒരു വീട്ടിൽ 26 വോട്ടർമാരുണ്ട്. അതിനാണ് ഫോം 6. ആ ഫോം 6ൽ പരാതി കൊടുത്തു. അത് കൺസോൾട്ടേറ്റ് ചെയ്തു. അല്ല, ഈ ഫോം 6 രാഹുൽ ഗാന്ധി കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് സഹായിക്കുന്ന ഇന്ന് ഉപദേശം കൊടുത്ത ഏതെങ്കിലും കോൺഗ്രസ് തന്നെ കടലാസ് കൊടുത്തിട്ടുണ്ടോ? ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ നരേന്ദ്രമോദിയെ മാറ്റാനാവില്ല. അപ്പൊ എന്ത് ചെയ്യും? ചില രാജ്യവിരുദ്ധ ശക്തികളുമായി ചേർന്ന് ഇന്ത്യയിലെ സംവിധാനങ്ങൾ അപകീർത്തിപ്പെടുത്തി ആഗോളതലത്തിൽ ഇത് കൊച്ചാക്കി. അദ്ദേഹം നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മനുഷ്യനായ നാണം വേണേ അതൊക്കെ നൽകിയിട്ട് നടക്കണം. 3ാം തവണ തോറ്റപ്പോ അദ്ദേഹം മഹാരാഷ്ട്രയിലെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചത് ആരാ? BJP-യാ? ഒരു സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിക്കുന്ന ആരാ ലിജുവോ? കേരളത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചത് കേന്ദ്ര ഒന്ന് അദ്ദേഹം ചോദിച്ചത് ഈ വിഷയങ്ങൾ എന്തെങ്കിലും കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. കോൺഗ്രസ് വളരെ കൃത്യമായി തന്നെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും കർണാടകയിലെ റിസൾട്ട് വന്നപ്പോഴും ഒക്കെ തന്നെ ഈ കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നിട്ട് അന്ന് താനത് പറഞ്ഞില്ലല്ലോ. തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ടർ പട്ടികയുടെ സ്ക്രൂട്ടനിങ് നടക്കുന്ന ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം ലിജു. ഈ അന്തിമ വോട്ടർ പട്ടിക നമ്മുടെ കയ്യിൽ ലഭിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നഗരമണ്ഡലങ്ങളിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, ഈ ബാംഗ്ലൂർ സെൻട്രലിലെ പോലുള്ള മണ്ഡലങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നഗരമണ്ഡലങ്ങളാണ്. നിരവധി ഫ്ലാറ്റുകൾ, അതുപോലെയുള്ള കെട്ടിട സമുച്ചയങ്ങൾ, അതുകൊണ്ട് ഇപ്പൊ എന്താ പറഞ്ഞാൽ ഒരു സാധാരണ ഗ്രാമമണ്ഡലത്തിൽ പരസ്പരം അറിയാവുന്ന ആളുകൾ ഇരുന്ന് ഒരു BLOയ്ക്കോ അല്ല ഒരു ബൂത്ത് ലെവൽ ഏജന്റിനോ ഒരു പാർട്ടിയുടെ BLAക്ക് ഇരുന്ന് കണ്ടുപിടിക്കാവുന്നതുപോലെ ഒരു നഗരമണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ ആളുകളെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. ഗ്രാമങ്ങളിൽ പരസ്പരം ആളുകൾക്ക് അറിയാം. എന്നാൽ നഗരമണ്ഡലത്തിൽ അതല്ല സ്ഥിതി. അപ്പോൾ ഒരു ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അന്തിമ വോട്ടർ പട്ടിക കയ്യിൽ കിട്ടുമ്പോൾ ഒരാൾക്കും ഇത് കൃത്യമായി കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ഭയങ്കരം തന്നെ. മാത്രം മഹാദേവപുരം എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം 6.5 ലക്ഷം വോട്ടർമാരെ കണ്ടുപിടിക്കണം. എത്രയോ വലിയ മാൻ പവർ വേണ്ടി വരുന്നു. പാർട്ടിയുടെ കരട് ലഭിച്ചാൽ പോലും ഈ ജയചന്ദ്രൻ മാഷിന് കണ്ടുപിടിക്കാൻ പറ്റും ഈ തൃശ്ശൂരിലെ ഒരു ഫ്ലാറ്റിൽ അല്ലെങ്കിൽ എറണാകുളത്തെ ഒരു ഫ്ലാറ്റിൽ ആരൊക്കെയാണ് വോട്ടർമാരെന്ന് അറിയാൻ സാധിക്കുമോ? അതിൻ്റെ അകത്തേക്ക് പെർമിഷൻ ഉണ്ടോ കയറി ചെല്ലാൻ? കോടതികളുടെ കാര്യം. രാഹുൽ ഗാന്ധി ഇവിടെ
ചൈനയുടെ അധിനിവേശത്തെ സംബന്ധിച്ച് BJPക്ക് വേണ്ടി പരാമർശം നടത്തുന്ന ജഡ്ജിമാരും BJPയുടെ വക്താവിനെ തന്നെ കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ ഹൈക്കോടതി ജഡ്ജിയായി നിയമിച്ചിരിക്കുകയാണ്. ശശിയെ നീ എന്നാണ് ഈ പറയുന്നത്? മഹാരാഷ്ട്രയിലും കർണാടകയിലും എല്ലാം പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷെ തെളിവ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ് നടത്തണം. പ്രോസസ്സിന് വേണ്ടി വോട്ടർ പട്ടിക ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ ഇവർ തരില്ല. ആ ഒറ്റ കാരണം കൊണ്ടാണ് നീ പറയുന്ന ന്യായമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യത്തിലെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ ഇത് മുഴുവൻ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ, കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ എന്തുകൊണ്ട് എവിടെയായിരുന്നു കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം? ഞാൻ ലിജു ഉൾപ്പെടെയുള്ള ആളോട് ചോദിക്കാൻ ശ്രീ ലിജു അതിന്റെ മറുപടി വ്യംഗ്യമായി പറയുകയും ചെയ്തു. ഇത് നഗരമണ്ഡലമാണ്, നഗരമണ്ഡലത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് ഓരോരുത്തരുടെ ഐഡന്റിറ്റി ചെക്ക് ചെയ്യാൻ. എങ്കിൽ പോലും 1,00,000 വോട്ടാണ് ഇപ്പൊ. അതുകൊണ്ട് അതെന്തുകൊണ്ട് ട്രിവാൻഡ്രത്ത് ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെന്ന് കരുതുക. ആ ഫ്ലാറ്റിൽ താങ്കളുടെ അടുത്ത സ്ഥലങ്ങളിൽ ഇപ്പോൾ ആളുകളെ പോലും താങ്കൾക്ക് അറിയാമോ? അതിനൊന്നും ഇല്ലേ? അവിടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ആ ഫ്ലാറ്റിനകത്ത് കയറി പരിശോധിക്കാൻ താങ്കൾ അനുവദിക്കുമോ? ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവരണം. സെഗ്മെന്റിൽ വന്ന ക്രമങ്ങൾ അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു റൂമിൽ തന്നെ, ഒരു അഡ്രസ്സിൽ തന്നെ ഇത്രയധികം 45-50 പേര്, അതിന്റെ ഒരു നൈതികത, അതിന്റെ ഒരു രീതിശാസ്ത്രം മനസ്സിലാക്കാൻ എന്തുകൊണ്ട് ബൂത്ത് ലെവൽ പ്രവർത്തകർക്ക് കഴിഞ്ഞില്ല എന്നത് ന്യായമായ ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് ഉന്നയിക്കേണ്ട സമയത്ത് ഉന്നയിക്കാതെ അസൂയക്കും കഷണ്ടിക്കും പണ്ടേ മരുന്നില്ലെന്ന് വിവരമുള്ളവർ പറഞ്ഞിട്ടുണ്ട്. പച്ച കള്ളമാണ് രാഹുൽ ഗാന്ധി ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ഇതിൽ അതിശയമൊന്നുമില്ല. രാഹുൽ ഗാന്ധിയുടെ ആധികാരികതയെ കുറിച്ച് ഇപ്പൊ റാഷിദ് വലിയ സംഭവമായിട്ട് പറഞ്ഞല്ലോ. റാഷിദേ, ഞാൻ ചോദിക്കട്ടെ, 2019 മരണപ്പെട്ടു പോയ അരുൺ ജെയ്റ്റ്ലി 2020 ഓഗസ്റ്റിൽ വന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നോ? ആ കുടുംബം അതിനെ നിഷേധിച്ചോ? മരണപ്പെട്ട ഒരാൾ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ വിശ്വാസ്യത ഇവിടെ ഇല്ലേ? മനോഹർ പരീക്കർ അദ്ദേഹത്തെ മരണാസന്നനായി ക്യാൻസർ രോഗിയായി മരണക്കിടക്കെ കിടക്കുമ്പോൾ ലിജുവോ കാണാൻ പോയിരുന്നു ഇതേ രാഹുൽ ഗാന്ധി. പുറത്തു വന്ന് പറഞ്ഞു എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞു. ഓർക്കുന്നോ ലിജുവോ? അദ്ദേഹം മാസ്ക് ഇട്ട് വീൽ ചെയറിൽ പാർലമെന്റിൽ വന്നു. ഈ പച്ചക്കള്ളം എന്നോട് കാണിച്ച ക്രൂരത പറയാൻ അദ്ദേഹം വന്നു. നിഷേധിക്കുമോ? ഇവിടെ അത് കൊട്ടിക്കൊഴിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യം തുറന്ന് പറയുന്ന ആരെയും പേടിക്കണ്ട. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സീക്രട്ട് ക്ലോസ് ഉണ്ട് എന്ന് പറഞ്ഞു. അല്ല, ഇരിക്കുന്നേ. എന്തിനാ ആധികാരികത ഒരാളുടെ പറയുമ്പോ നിങ്ങൾ എന്തിനാ അസ്വസ്ഥമാകുന്നത്? എന്താ പൊള്ളുന്നുണ്ടോ? അല്ല റാഷിദേ, ഈ മനുഷ്യന്റെ, ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുന്നില്ല, അദ്ദേഹത്തിനെ മോശക്കാരനായി പറയുന്നില്ല. കഴിഞ്ഞകാല ചരിത്രം ഇതല്ലേ. ആർക്കും പറ്റും. ഒന്നൊന്നുമല്ല, അബദ്ധേ പറ്റൂ. ഇനിയിപ്പോ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്താ? ഫ്ലാറ്റിൽ അഡ്മിഷൻ ഉണ്ടോ? ഉണ്ട് ലിജുവോ. ഇന്ത്യ ഭരിക്കുന്ന, മഹാരാഷ്ട്ര ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു ഫ്ലാറ്റിൽ ആളുകളില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? ഞങ്ങൾ പറയില്ല. ഇനി ഫ്ലാറ്റിൽ ആള് വേണോ? ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ ലിസ്റ്റ് കിട്ടിയാൽ ഞാൻ ഇന്ന് പറയാം. നോക്കൂ, തിരുവനന്തപുരം കോർപ്പറേഷനില് ഒരു വാർഡില് 36-ാം ഡിവിഷനില് ഗൗരീസ് വട്ടം വാർഡില് വീട്ടു നമ്പർ 0 ഉണ്ട്. അതേ വാർഡില് പാർട്ട് 3-ല് ഒരേ വീട്ടു നമ്പറിൽ 26 വോട്ടുണ്ട്. ഇതറിയാൻ എന്തിനാ ഫ്ലാറ്റിലാള്? അപ്പോ നിങ്ങൾക്ക് ഉത്തരമില്ല പല കാര്യത്തിലും. ഒരു കാര്യം ശരിയാണ്, ഞാൻ ഇന്ന് പറയുന്നു, അദ്ദേഹം ഇന്ന് ആരോപിച്ച നിയോജക മണ്ഡലത്തിലെ 4 സെഗ്മെന്റിൽ കോൺഗ്രസ് അല്ല ലീഡ്, BJP ആണ്. ഇദ്ദേഹം പറയുന്ന നിരന്തര കളവുകൾ ഈ രാജ്യത്തെ സംവിധാനത്തെ, റാഷിദെ, ലോകം മുഴുവൻ അപഹാസ്യനാക്കാനാണ്. ഇപ്പോഴും അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇദ്ദേഹം ഇങ്ങനെ വ്യാജ പ്രചാരണം നടത്തുകയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മോശമാക്കി ചിത്രീകരിക്കുകയാണ് എങ്കിൽ അതിനെതിരെ ഒരു നിയമ നടപടിക്ക് BJP തയ്യാറാവും? നിയമ നടപടി ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കലല്ലേ അതിന്റെ ഫലം? രാജ്യത്തെ ജനങ്ങളല്ലേ റാഷിദെ വിധി എഴുതേണ്ടത്? രാജ്യത്തിലെ ജനങ്ങൾ വിധി എഴുതുന്നു. 3-ാം തവണയും പ്രതിപക്ഷത്ത്. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? പല സംസ്ഥാനങ്ങളിലും കെട്ടിവെച്ച നിയമപോരാട്ടത്തിന് ചോദ്യം ചോദിക്കുമ്പോൾ കോൺഗ്രസ് തന്നെയാണ് വിശദീകരിക്കുന്നത്. രാജ്യത്തോടാണ് മറുപടി പറയുന്നത്, രാജ്യത്തോടാണ് വിശദീകരിക്കുന്നത് എന്ന്. ഇതല്ലേ ശിക്ഷ? കോടതി ചെയ്യേണ്ട ജോലി കോടതി ചെയ്യണ്ടേ? പിന്നെയും ഒന്നുമില്ല. ഇപ്പൊ ഏതോ ഒരു ജഡ്ജിയുടെ കഥ പറഞ്ഞു. ലിജു, ആരായിരുന്നു VR കൃഷ്ണയ്യര്? തീർന്നില്ല. ബറാനുൽ ഇസ്ലാം യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു, സുപ്രീം കോടതി ജഡ്ജി. KS ഹെഗ്ഡെ ഏത് പാർട്ടിയിലായിരുന്നു? ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല.